ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനം. എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും. സഹോദരങ്ങളെ, എത്രയോ മനോഹരമായ പ്രത്യാശ നിർഭരമായ ഒരു വചനമാണ് നമ്മുടെ കർത്താവ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. പ്രത്യാശയുള്ള മനുഷ്യരായി മാറാൻ, പ്രതിസന്ധിയുടെ നടുവിലും പ്രത്യാശ കൈവിടാത്ത ജീവിതമായി മാറുവാൻ കർത്താവ് ഇന്ന് നമ്മളെ ഈ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുക. സഹോദരങ്ങളെ, മനുഷ്യജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, തകർച്ചകൾ വരും. പക്ഷേ ഈ തകർച്ചകളെ, ഈ പ്രശ്നങ്ങളെ, ഈ പ്രതിസന്ധികളെ, ഈ പരാജയങ്ങളെ, ഈ രോഗങ്ങളെ ഒക്കെ നീക്കിക്കളയുവാൻ ഒരു ദൈവം എനിക്ക് ദാ ഉണ്ട് എന്നുള്ള ഒരു പ്രത്യാശയിലേക്ക്, ഉറപ്പിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. യേശുവേ, രക്ഷകനായ യേശുവേ, എൻ്റെ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന മകനെ, മകളെ നീ കാണണമേ. കർത്താവേ, സകലതും തീർന്നു പോയി, സകല വാതിലുകൾ അടയപ്പെട്ടിരിക്കുന്നു എന്ന് അവസ്ഥയിലെത്തി നിൽക്കുന്ന മകൻ്റെ, മകളുടെ ജീവിതത്തിൽ വന്നുപെട്ട് കിടക്കുന്ന നിരാശ, ദുഃഖങ്ങള്, ആത്മഹത്യ ചിന്തകള് യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ വിട്ടുമാറി പോകട്ടെ. ആ സ്വാധീനങ്ങൾ ഓരോ മകന്റെ, മകളിൽ നിന്ന് വിട്ടുപ്പിക്കപ്പെടട്ടെ, വിട്ടുമാറി പോകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന.